ഡെലിവറിക്ക് വേണ്ടി എത്രയോ ആൾക്കാർ എന്തെങ്കിലും പൈസ മുടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മൾ പ്രഗ്നൻസി ആകുമ്പോഴത്തേക്കും 7ാം മാസം ചടങ്ങ്, 8ാം മാസം ചടങ്ങ്. പക്ഷെ എന്നാലും അപൂർവമായിട്ട് പ്രഗ്നൻസി ആകാം. അതാണ് ഈ ബ്രേക്ക് ത്രൂ വരുന്നുള്ളൂ. ഇഷ്ടംപോലെ കേസ് വരുന്നുണ്ട്. എന്നാലും അപൂർവമാണ്. അതാ ഞാൻ പറഞ്ഞ ആ സമയത്ത് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് സേഫാണ്. അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി, ഇപ്പോൾ പ്ലാസിൻ്റെ താഴെ BP ഉള്ള പ്രഗ്നൻസി, നമ്മുടെ മദറിനും ബേബിക്കും ഒത്തിരി സ്ട്രെസ്സൊക്കെ വരാതെ രീതിയിൽ ചില പൊസിഷൻസൊക്കെ കോൺടാക്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ചിലപ്പോൾ സൈക്കാട്രി ഡോക്ടർ മരുന്ന് കൊടുക്കുമ്പോൾ മറ്റേ പ്രാന്തിൻ്റെ മരുന്നാന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുതും. ഇത് ദിസ് ക്യാൻ ഒക്കർ എവരി പേഷ്യൻ്റ്. സപ്പോർട്ട്, കെയർ, കൗൺസിലിംഗ്, ദാറ്റ്സ് ഓൾ. അത് മിക്കവാറും നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഒരു 6ാം മാസത്തിന് ശേഷം. ഈ വജൈനൽ ആരോഗ്യത്തിന് ഇപ്പം സേഫ് ആയിട്ടുള്ള വജൈനൽ ലൂബ്രിക്കേറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ കണ്ട ഓൺലൈനിലുള്ള മെഡിസിൻസും മേടിക്കരുതും. പീരീഡ് സമയത്തുണ്ടാകുന്ന അസഹ്യമായ വേദന, അമിതമായ ബ്ലീഡിങ്, പിന്നെ ചിലർക്ക് ചുമ്മാ പെൽവിസിനിടെ വയറുവേദന ചുമ്മാ ഉണ്ടാവുക, ബാക്ക് പെയിൻ, ചിലർക്ക് മൂത്രം പോകേണ്ട ബുദ്ധിമുട്ട്. നമ്മൾ തൈറോയിഡ് ഉള്ള സ്ത്രീകളിൽ ഗർഭധാരണം വൈകുമെന്ന് കേട്ടിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും 30 കഴിഞ്ഞാൽ പ്രസവം സങ്കീർണമാകുമോ? സിസേറിയൻ കൂടുന്നത് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ടാണോ? പലതരത്തിലുള്ള സംശയങ്ങളാണ് നമുക്ക് ചുറ്റും. ഇതിനെല്ലാം ഉത്തരവുമായി ഇന്ന് നമുക്കൊപ്പമുള്ളത് കോട്ടയം കാരിത്താസ് മാതാ ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റും ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ റെജി ദിവാകറാണ്. സ്വാഗതം ഡോക്ടർ. വെൽക്കം സർ. പ്രസവ സമയം അടുക്കുമ്പോൾ സ്ത്രീകളിൽ സ്വാഭാവികമായിട്ടൊരു പേടി വരാറുണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ എങ്ങനെയാണ് മാനസികമായിട്ട് നമ്മൾ ഒരുങ്ങേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട്, പിന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ സപ്പോർട്ട്, ഇതാണ് ഏറ്റവും ആവശ്യം. അപ്പം ആ ഡെലിവറിയെ കുറിച്ചുള്ള പ്രോസസ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെ ഇപ്പോൾ ആൻറ്റിനേറ്റൽ ചെക്കപ്പിൻ്റെ സമയത്ത് ആ ഡോക്ടർ ഈ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുക, അവരുടെ ഉള്ളിലെ ഭയം മാറ്റുക. ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഇപ്പോൾ ചില സമയത്ത് സങ്കീർണതകൾ ഉണ്ടാകാം, അത് നമ്മൾ ആ രീതിയിൽ മാനേജ് ചെയ്യുക. അപ്പോൾ ആ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ കാര്യം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻ്റൊക്കെ ഞാൻ തുടക്കം മുതലേ അങ്ങനെയുള്ള അവരെ ആ മനസ്സിലെ പേടി മാറ്റാനും ഒരു കൂൾ ആറ്റിറ്റ്യൂഡാണ് ഞാൻ മിക്കവാറും എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും എൻ്റെ അടുത്ത് വരുന്നവർക്കൊക്കെ ഭയങ്കര പേടി കുറവായിരിക്കും. പക്ഷേ ഇത് എല്ലാവർക്കും അല്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഉള്ളിലെ ഭയമൊക്കെ ഒരു പരിധിവരെ മാറുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവസാനം വരെ നോർമൽ ഡെലിവറി പ്രതീക്ഷിച്ചിട്ട് പെട്ടെന്ന് സിസേറിയൻ ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടാണ് സാർ അങ്ങനെ വരുന്നത്? അപ്പം ആദ്യമേ ഇതിനെക്കുറിച്ച് പറയാൻ, ഡെലിവറി ഒരു പ്രോസസ്സാണ്. അപ്പം ഈ ഡെലിവറി പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇതിന് ഒത്തിരി മെക്കാനിസംസ് ഉണ്ട്. യൂട്രൈൻ പെയിൻ വരിക, ലേബർ പെയിൻ വരിക, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുട്ടിയുടെ ഹെഡ് താഴോട്ട് പെൽവീസിലോട്ട് ഇടുപ്പിലോട്ട് ഇറങ്ങുക. എന്നിട്ടൊരു മാക്സിമം ഒരു 10 സെൻറ്റിമീറ്റർ ഡയലറ്റേഷൻ വന്ന് നമ്മുടെ കുട്ടിയുടെ ഹെഡ് പെരിനീത്തി കാണുമ്പോഴത്തേക്ക് അത് ഡെലിവറി ഇറങ്ങുന്നത്. പക്ഷേ ഇത് എപ്പോഴും ഈ പ്രോസസ്സ് സാധ്യമാണെന്നില്ല. ചില സമയത്ത് ഹെഡ് ഇറങ്ങാതിരിക്കുക, ചിലപ്പോൾ നമ്മുടെ സെർവിക്സിൻ്റെ ഡയലറ്റേഷൻ, അതായത് വികാസം പൂർണ്ണമായിട്ട് ഉണ്ടാകാതിരിക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ ചിലപ്പം ഇപ്പോൾ രാവിലെ ഒരു പേഷ്യൻറ്റിനെ നമ്മളൊരു 3 സെൻറ്റിമീറ്ററിൽ കയറ്റി വൈകുന്നേരം ഒരു 5 മണിയായിട്ടും 3 സെൻറ്റിമീറ്റർ തന്നെ നിൽക്കുക, അത് അടിക്കേറ്റ് ഡയലേറ്റ് ചെയ്തിരിക്കുക. പിന്നെ ചില സമയത്ത് ഹെഡ് സ്റ്റക്കായിരിക്കുക, പിന്നെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് താഴുക, പിന്നെ നമ്മുടെ ഫ്ലൂയിഡ് പൊട്ടിക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ മോഷൻ അത് മെക്കോണിയം പാസ് ചെയ്യുക തുടങ്ങിയ അവസരങ്ങളൊക്കെ എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യേണ്ടി വരും. അപ്പം ഒരു പേഷ്യൻറ്റിന് നോർമലാവോ സിസേറിയൻ എന്നുള്ളത് നമുക്ക് ആ സമയത്തേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഇത് സിസേറിയൻ പറയുന്നത്. അപ്പം ഞാനൊക്കെ എൻ്റെ പേഷ്യൻറ്റിനോട് ഇങ്ങനെ പറയുമ്പോൾ അവരോട് അകത്ത് കയറ്റുമ്പോൾ ലേബർ കയറ്റുമ്പോൾ ഈ ഒരു പ്രോസസ്സ് വരും. ഇപ്പം നമുക്ക് നാച്ചുറലായിട്ട് നോക്കാം, പക്ഷേ ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ എമർജൻസി ആയിട്ട് സിസേറിയൻ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ഹിൻഡ് ആ പേഷ്യൻറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ അവരുടെ ഉള്ളിലെ ടെൻഷൻസൊക്കെ മാറുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അവസാനം വരെ പെയിൻ സഹിച്ചിട്ട് പിന്നെ ലാസ്റ്റ് സിസേറിയൻ മിക്കവാറും ആൾക്കാർക്കെല്ലാം ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ നമ്മൾ മാക്സിമം ട്രയൽ നോക്കിയിട്ട് നമ്മൾ സിസേറിയൻ ചെയ്യാമല്ലോ. അപ്പോൾ കൂടുതൽ നമ്മൾ ഒരു ചെറിയ ഡൗട്ടൊക്കെ വെച്ചിട്ട് സിസേറിയൻ്റെ എണ്ണമൊക്കെ കൂടും. പിന്നെ റിസ്ക് കേസിലൊക്കെ നമ്മൾ ഇലക്റ്റീവായിട്ട് തന്നെ നമ്മൾ സിസേറിയൻ പ്ലാൻ ചെയ്യും. സാർ, ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ സിസേറിയൻ്റെ നിരക്ക് കൂടുതലാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് വാസ്തവമുണ്ട്. നമ്മുടെ നാട്ടിൽ സിസേറിയൻ്റെ ഇപ്പോൾ WHO ഒക്കെ പറയുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഒരു 20 അല്ലെങ്കിൽ 25% വരെ സിസേറിയനെ പാടുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് അത് കുറച്ചുകൂടി കൂടുതലാണ്. അതിൻ്റെ ഞാൻ ഇത്രയും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഒരു ഇന്ത്യൻ സെറ്റപ്പിലുള്ള ലേഡീസ്, അതായത് നമ്മുടെ കേരളത്തിൽ അവിടെയുള്ളവരെ, ഇവരെയൊക്കെ ഈ ഇടുപ്പ് അല്ലെങ്കിൽ പെൽവിസ് കമ്പയർഡ് ടു വെസ്റ്റേൺ പോപ്പുലേഷൻ പെൽവിസ് ഭയങ്കര ചെറുതായിരിക്കും. അപ്പോൾ ഈ ചെറിയ പെൽവിസിൽ കൂടെ ഒരു ആവറേജ് ഒരു ഇത്തിരി സൈസുള്ള ബേബിയൊക്കെ കടന്നു വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നാച്ചുറലി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലുള്ള ലേഡീസൊക്കെ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ കെയറിങ് ഭയങ്കര കൂടുതലായിരിക്കും. വീട്ടുകാരുടെ കെയർ, പേരൻസിൻ്റെ കെയർ, ഹസ്ബൻഡ്. അപ്പം ഈ കെയർ കൊണ്ട് ലാക്ക് ഓഫ് എക്സസൈസ്, അപ്പോൾ പിന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽസ്, ഒത്തിരി ജങ്ക് ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള ഇത് നമ്മുടെ നാട്ടിലെ കൾച്ചർ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെസ്റ്റ്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ പ്രഗ്നൻസി ആകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് റെസ്റ്റ് എടുക്കണോ, ജോലിക്ക് പോകണ്ടേ, അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് കയറാൻ പറ്റുമോ?
ഇപ്പോൾ ഒരു എയർലി പ്രഗ്നൻസിയിൽ സ്റ്റെപ്പ് വേറെ കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ഒന്നുമില്ല, സ്റ്റെപ്പ് കയറുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെയുള്ള കുറേ മിത്സും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രഗ്നൻറ്റ് ലേഡീസിനും നമ്മുടെ പൊതുസമൂഹത്തിനും ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഈ ഒരു സിസേറിയൻ ഇൻസിഡൻസ് കൂടാനും, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സിസേറിയൻ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഈ ജങ്ക് ഫുഡിന്റെ ഒക്കെ ഉപയോഗം അത് കൂടുന്നതും ഇതിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത. പിന്നെ ഒബീസിറ്റി, നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണം, പിന്നെ നമ്മുടെ ഇപ്പം ഒരു ഏജ് കൂടുന്ന പ്രഗ്നൻസിയിൽ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി IVF പ്രഗ്നൻസികളൊക്കെ ഉണ്ട്. അതായത് നാച്ചുറൽ ആകാത്തതൊക്കെ കൃത്രിമ ഗർഭധാരണത്തിലൂടെ പ്രഗ്നൻസി ആകുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പം ഒത്തിരി കാലം കൂടി പ്രഗ്നൻസി ആകുന്നവരൊന്നും മിക്കവാറും ഡോക്ടർമാരൊന്നും റിസ്ക് എടുക്കത്തില്ല. അപ്പോൾ ഇതുകൊണ്ടെല്ലാം ആയിരിക്കും നമ്മുടെ നാട്ടിൽ സിസേറിയൻസ്. ഒരു ഫാക്ടർ മാത്രമല്ല, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു സിംഗിൾ ഫാക്ടർ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ കാരണങ്ങളെല്ലാം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പം സിസേറിയൻ ഇൻസിഡൻസ് കൂടി വരുന്നത്. ഈ പ്രസവ സമയത്തെ വേദന കുറയ്ക്കാൻ എപ്പിഡ്യൂറൽ ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന വെച്ചാൽ സെലിബ്രിറ്റികളൊക്കെ അടക്കം ഫേമസ് ആയി തുടങ്ങിയിട്ടുണ്ട്. സാർ, ഇത് വളരെ ചെലവേറിയതാണോ? ഇതിനകത്തേക്ക് എത്താൻ ആളുകൾ ഇപ്പോഴും മടിക്കുന്നുണ്ടോ? അതെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചുള്ള അഡിക്വേറ്റ് ആയിട്ട് കൗൺസിലിംഗ് നമ്മുടെ ജനറൽ പബ്ലിക്കിന് ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പം അവർ കോസ്റ്റ് കൂടുതലുള്ള സംഭവമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ കുറച്ച് നോർമൽ ഡെലിവറിക്കാരെയും കുറച്ച് കോസ്റ്റ് കൂടുതലുണ്ട് ഈ പ്രൊസീജിയർ. അതായത് നമ്മുടെ നടുവിൻ്റെ ബാഗ്, നട്ടലിൻ്റെ ആ സ്പേസിൽ ഒരു കത്തീറ്റർ കൂടി ഈ പെയിൻ കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻസ് വൺസ് ദ പേഷ്യൻ്റ് ഈസ് ഇൻ ആക്റ്റീവ് ലെവൽ. നല്ല പെയിൻ ആകുമ്പോഴത്തേക്കായിരിക്കും ഒരു 3 സെൻറ്റിമീറ്റർ ഡയലറ്റേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഈ കത്തീറ്റർ ഇട്ട് വെച്ചിട്ട് അതിൽ കൂടെ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതും ഒരു വിദഗ്ധനായിട്ടൊരു അനസ്തറ്റിസ്റ്റ് ആയിരിക്കും അത് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ മോണിറ്റർ ചെയ്യും. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെക്കുറിച്ച് ഒത്തിരി മിത്സ് ഒക്കെ ഉണ്ട്. ബാക്ക് പെയിൻ ഉണ്ടാകുമോ, പിന്നെ അവസാന സമയത്ത് പ്രശ്നം ഉണ്ടാകുമോ, കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കുറയോ, മദറിന് ലോങ് ടൈം ആയിട്ടുള്ള പ്രശ്നം, അങ്ങനെ ഒത്തിരി മിത്സ് ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒത്തിരി ആൾക്കാർ ഇത് പ്രിഫർ ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചില ആൾക്കാരൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഒരു മാസത്തിൽ ഒരു 10-15 പേരൊക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇതിനും ഒത്തിരി മിത്സ് ഉണ്ട്. പിന്നെ കോസ്റ്റും കുറച്ച് കൂടുതലോ. പിന്നെ ഒരു നോർമൽ ഡെലിവറിക്ക് ഒരു 25,000 ആവുകയാണെങ്കിൽ ഇതാകുമ്പോൾ ചിലപ്പോൾ എക്സ്ട്രാ കുറച്ച് പൈസ കൂടെ കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാർ ഇതിനെ മടിക്കുന്നത്. ഇതിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഉണ്ടാവും? അത് ഞാൻ പറഞ്ഞു, അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തൊന്നും, സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തൊന്നുമില്ല. അങ്ങനെ മേർലി ഈ അനസ്തേഷ്യ മെഡിസിൻ ഡ്രഗ് അലർജിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ നടുവിന് വല്ല സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, IVDP, പിന്നെ നടുവിന് ഇൻഫെക്ഷൻസ്, നട്ടലിലെ പറയില്ല ഇൻഫെക്ഷൻസ്, അങ്ങനെയുള്ള ചില സമയങ്ങളൊന്നും ഇത് നമ്മൾ കൊടുക്കത്തില്ല. അല്ലാതെ ഇത് യൂസ് ചെയ്തത് സേഫാണ്. അങ്ങനെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇത് നമ്മൾ കണ്ടിട്ടില്ല. പ്രസവ സമയത്ത് ഭാര്യയ്ക്കൊപ്പം പങ്കാളി നിൽക്കുന്നത് ഇപ്പം കോമൺ ആയിട്ടുണ്ട്. അപ്പം അത് നല്ലതാണെന്നാണോ സാറ് പറയുന്നത്? എപ്പോഴും ഒരു പങ്കാളി പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇപ്പം ഞങ്ങളിപ്പം കാരിത്താസ് മാതയിൽ വന്നതിന് ശേഷം ഇപ്പോൾ അത് കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നാളുമ്പോൾ അത് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ സെലിബ്രിറ്റികളൊക്കെ അത് നമ്മുടെ ന്യൂസിനകത്ത് ഇപ്പോൾ കുറച്ച് ഒത്തിരി ആൾക്കാർ ഇത് ചോദിക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്നവർക്ക് നമ്മൾ പ്രിഫറും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് വളരെ നല്ലതായിട്ടാണ് ഇരിക്കുന്നത്. ബിക്കോസ് ഈ ഡെലിവറി സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവർ കാണുന്നുണ്ട്. അപ്പം ഒരു ഡോക്ടർ, ഒരു ഗൈനക്കോളജിസ്റ്റ്, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന സ്റ്റാഫുമാർ, നേഴ്സസ്, ANMs, ഇവരൊക്കെ ഒരു ഡെലിവറിക്ക് വേണ്ടി എന്തുമാത്രം സഹിക്കുന്നുണ്ട്, എഫർട്ട് ഇടുന്നുള്ളത് അവർക്ക് മനസ്സിലാകും. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച്, അപ്പം ഈ ഡെലിവറിയുടെ സമയത്തൊക്കെ ഇത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായാലും ഇങ്ങനെയുള്ള പേഷ്യൻസ് അവർ കാണുന്നുണ്ട്, ഡോക്ടർ ചെയ്യുന്ന കാര്യങ്ങളും അവരെല്ലാം അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം പിന്നെ അവർക്കും ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. കമ്പാനിയന്, ഹസ്ബൻഡ് അല്ലെ വീട്ടുകാർക്ക് ആ പേഷ്യനെ ആശ്വസിപ്പിക്കാം, പെയിൻ വരുമ്പോൾ. അപ്പം അവരൊരു പങ്കാളി കൂടെ ഉള്ളപ്പോഴത്തേക്കും ആ പേഷ്യന് കിട്ടുന്ന റിലീഫ് ചെറുതല്ല, ഒത്തിരിയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പേഷ്യൻസിനെ ഞാൻ ചില റീൽസൊക്കെ ചെയ്യുന്നു. അതിനകത്തൊക്കെ ആ ഹസ്ബൻഡും അവരൊക്കെ ഭയങ്കര ഇമോഷണലാണ്. എന്ന് വെച്ചാൽ അവർ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷമാണ്. അപ്പോൾ ആ നിമിഷത്തിന് പങ്കാളി കൂടെ ഉണ്ടാവുക, അവളുടെ ആ പെയിൻ വന്ന് കൊച്ചിനെ മുക്കി പ്രസവിപ്പിക്കുന്ന ആ നിമിഷങ്ങൾ, അതിൻ്റെ വേദന ഹസ്ബൻഡും കാണുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് സോ, അത് വല്ലാത്തൊരു ഫീലിംഗ്. അപ്പോൾ അത് ഞാനൊക്കെ അപ്പോൾ അതിനകത്ത് ആ ഹസ്ബൻഡുമാർ അപ്പോൾ എന്തുമാത്രം അവർക്ക് അവരോട് ആ പങ്കാളി സ്നേഹം ഉണ്ടെന്നുള്ളത് നമുക്ക് ആ സമയത്താണ് മനസ്സിലാകുന്നത്. ചിലവര് പെട്ടെന്ന് ഹസ്ബൻഡ് അവർക്ക് പേടിയൊക്കെ തോന്നാറുണ്ടോ? കാരണം ഇത് കാണുമ്പോൾ ഇപ്പം ഇത് നമ്മുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി ആൾക്കാരോട് ചോദിക്കും. അപ്പം നമ്മൾ പിന്നെ അത് എല്ലാവരുടെ അടുത്തും ഞാൻ ചോദിക്കത്തൊന്നുമില്ല, ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ചോദിച്ചത് അതൊരു പ്രൊമോഷനോ ഇത് ഡോക്ടർ ഇതിന് വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ വിചാരിക്കും. അപ്പം നമ്മൾ
ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കും. അപ്പം ചില പേഷ്യൻസ് നമ്മൾ തന്നെ ഇങ്ങനെ ചോദിക്കും, പേഷ്യൻസ് ഭയങ്കര വൈബുള്ള പേഷ്യൻ്റാണ്, അയ്യോ വേണ്ട പുള്ളി കയറത്തില്ല, ബ്ലഡ് കണ്ട പേടിയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും നല്ല ധൈര്യം കാണത്തില്ല. പക്ഷേ ഇത് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ചോദിക്കണം. പക്ഷേ ഞാൻ പറയുന്നത് ഇത്തിരി ധൈര്യം ഇല്ലെങ്കിലും ഇവർ കൂടെ കയറണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇത്. ഇപ്പോൾ ഡെലിവറിക്ക് വേണ്ടി ഒത്തിരി ആൾക്കാർ എന്തെങ്കിലും പൈസ മുടക്കുന്നുണ്ട്. എൻ്റെ നമ്മൾ പ്രഗ്നൻസി ആകുമ്പോഴത്തേക്കും 7ാം മാസം ചടങ്ങ്, 8ാം മാസം ചടങ്ങ്, അപ്പം പിന്നെ അങ്ങനെ തന്നെ പിന്നെ ഫോട്ടോ അങ്ങനെ തന്നെ എന്തെങ്കിലും പൈസ മുടക്കുന്നുണ്ട്. അതിലിപ്പോൾ അത് ഇതൊരു എക്സ്ട്രാ ഒരു 10-15 രൂപ മുടക്കി കഴിഞ്ഞാൽ ഇത് കയറ്റാലോ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ അവർ നല്ലതെന്ന് തന്നെയാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇതിനകത്ത് കയറ്റുന്ന പേഷ്യൻസൊക്കെ ഒരുമാതിരി ഒത്തിരി ആൾക്കാർ നോർമലായിട്ട് തന്നെ ആകുന്നുണ്ട്. മറ്റേതാകുമ്പോഴത്തേക്കും അവരാരെയും കാണാതിരിക്കുക, വേറെ ആരുമില്ല, സിസ്റ്റർമാരല്ല ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ, എന്നിരുന്നാലും ഇത് കുറച്ചും കൂടെ നല്ലതായിട്ടാണ് എനിക്ക് എൻ്റെ ഇതിൽ തോന്നുന്നത്. അവസാനം ഡിഫിക്കൽട്ടി ഡെലിവറി ആക്കുമ്പോൾ ഇവരെ സപ്പോർട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. അപ്പം അത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇത്. പിന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അത് പ്രിഫർ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ആ ഫാമിലി, അവരുടെ ഹസ്ബൻഡ്, ഇതെല്ലാവരും എങ്ങനെ ഇരിക്കുന്നത് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ. സർ, അതുപോലെ തന്നെ ഈ പ്രസവ സമയത്ത് കുടവയറ് ചാടുന്നുണ്ട്, അതിങ്ങനെ ഇങ്ങനെ കെട്ടിവെക്കാതെ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞ് പലരും അത് ഒരിക്കലുമല്ല. ബിക്കോസ് ഒരു 10 months പ്രഗ്നൻസി ആകുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചു വളരുമ്പോഴത്തേക്കും നമ്മുടെ മസിൽസൊക്കെ ഒരുപാട് സ്ട്രെച്ച് ആകുമല്ലോ. അപ്പം മസിൽസ് സ്ട്രെച്ച് ആകും, വയറ് കൂടും, പിന്നെ ഒബീസിറ്റി. അപ്പം നമ്മുടെ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ആ മദറിൻ്റെ വെയിറ്റ് ഒരു ഐഡിയലി പറഞ്ഞൊരു 15 കിലോ, പക്ഷേ ചിലർക്കൊക്കെ അതിൽ കൂടുതലുണ്ടാവും. പക്ഷേ ഈ വെയിറ്റ് കൂടുന്ന വെയിറ്റ് എല്ലാം പിന്നെ നമുക്ക് പ്രീ പ്രഗ്നൻസി ലെവലിലോട്ട് വരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സമയം കൊടുക്കുക. പിന്നെ നമ്മൾ നാച്ചുറലായിട്ട് എക്സസൈസ് ചെയ്യുക, അഡിക്വേറ്റഡ് എക്സസൈസ് ചെയ്യുക, പിന്നെ അബ്ഡോമിനൽ ബൈൻഡേഴ്സ് ഉപയോഗിക്കുക. പിന്നെ ചിലപ്പം മസിൽ ലാക്സിറ്റി ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേക രീതിയിലുള്ള എക്സസൈസ് ഉണ്ട്. പിന്നെ ചില ആൾക്കാർക്കൊക്കെ മസിൽ ടൈറ്റ് ആവുന്ന സർജറീസൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് ശരിയാവുന്നതാണ് മിക്കവാറും കണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അഡിക്വേറ്റഡ് എക്സസൈസ് വേണം. പിന്നെ നമ്മളൊരു നേരത്തെ ഉള്ള ഒരു സൈസിൽ ഒരിക്കലും പോകാൻ പറ്റത്തില്ല. ബിക്കോസ് മസിൽ സ്ട്രെച്ച് ആകുമ്പോൾ ഒരു ഫുൾ സ്ട്രെച്ചൊക്കെ നമുക്ക് എക്സസൈസോട് പൂർണ്ണമായിട്ടൊന്നും ശരിയാക്കാൻ പറ്റത്തില്ല. കുറച്ച് വയറ് ചാടുന്നുള്ളൂ, സ്വാഭാവികമായിട്ട് കറക്റ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ എപ്പോൾ ഒരു എക്സസൈസ് ഒക്കെ തുടങ്ങണം എന്നാണ് സാറ് പറയുന്നത്? എൻ്റെ ഒരു വെച്ചാൽ ഒരു 6 ആഴ്ചയ്ക്ക് മുമ്പ് നമുക്ക് അഡിക്വേറ്റഡ് എക്സസൈസ് ചെയ്യാം. ഈവൻ സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി 6 ആഴ്ച മുമ്പ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസും ഇട്ടിരിക്കുന്ന സ്റ്റിച്ചും അതൊക്കെ ഒരു കംപ്ലീറ്റ് അബ്സോർബ് ഒക്കെ ചെയ്ത് പോകും. ഒരു 6 ആഴ്ച മുമ്പ് നമുക്ക് നോർമൽ ആയിട്ടുള്ള എക്സസൈസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. സാർ, അതുപോലെ തന്നെ നമ്മൾ ഇത് പ്രസവം കഴിഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ ഇതൊക്കെ ഇട്ട് കുളി ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ വേണം. സിസേറിയൻ കഴിഞ്ഞവർക്ക് അത് ചെയ്യാവോ, അതോ നോർമൽ ഡെലിവറിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? ഇപ്പം നമ്മളൊരു മോഡേൺ പ്രാക്ടീസ് ചെയ്യുന്നൊരു ഡോക്ടറായതുകൊണ്ട് ഇതൊന്നും നമ്മളങ്ങനെ ഒരു പേഷ്യൻ്റ് അടുത്തും അവർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്തോളൂ. ഇതൊന്നും നമ്മൾ ചെയ്യണമെന്ന് ഇപ്പം നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ജസ്റ്റ് സപ്ലിമെൻറ്റ്സ് ഒരു 6 ആഴ്ച കഴിക്കുക, അല്ലെങ്കിൽ 3 months കഴിക്കുക. പിന്നെ നിങ്ങൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. അതാണ് നമുക്ക് പിന്നെ മോഡേൺ മെഡിസിൻ എന്നൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ മറ്റേ മെഡിസിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറ്റമുള്ള ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മൾ അത് പറയുന്നില്ല. പക്ഷേ ഈ ചിലതരം ഈ തേമിക്കൂളികൾ അതെങ്ങനെ കുളിക്കുക, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എണ്ണ തേച്ചിട്ടുള്ള കുളിയൊക്കെ നമ്മുടെ സ്റ്റിച്ചിനടുത്തൊക്കെ പോകുക, അതൊക്കെ ഒരു നല്ലതാണെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അല്ല, ചില പേഷ്യൻസൊക്കെ നല്ല സുഖം ഉണ്ടെന്നൊക്കെ പറയുന്നു. ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഒക്കെ നമുക്കൊരു സുഖമൊക്കെ കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് നമ്മുടെ ബേബിക്ക് പ്രശ്നം ഉണ്ടാകാം, ഈ മദറിൻ്റെ മോഷൻ ടൈറ്റായിട്ട് പോകാം, ലൂസായിട്ട് പോകാം, കുട്ടികൾക്ക് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാണും. അപ്പോൾ ഞാനിങ്ങനെ ആയുർവേദം അങ്ങനെയുള്ള സാധനങ്ങളല്ല, അരിസ്റ്റോലേഹയൊക്കെ മറ്റേ പേഷ്യൻസ് കഴിക്കുന്നതിനോട് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷേ അതെല്ലാം അവരുടെ ഇഷ്ടം പോലെ ചെയ്യാനേ ഞാൻ അഡ്വൈസ് ചെയ്യാം. ഞാൻ അങ്ങനെ നിങ്ങൾ കഴിച്ചോ, പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നിങ്ങൾ അനുഭവിക്കണമെന്നേ നമ്മൾ പറയാറുള്ളൂ. ഓക്കെ. അതായത് ഈ പ്രൊഡക്റ്റ്, അതായത് അതിന് ശേഷം ഉപയോഗിക്കുന്ന ലേഹ്യം അങ്ങനത്തെ, അത് ബേബിക്കാണ് പ്രശ്നങ്ങൾ കണ്ടത്. പിന്നെ മദറിനും പ്രശ്നം, മദറിന് വയറിളക്കം ഉണ്ടാകാം, ബേബിക്ക് പ്രശ്നമാണ്. അപ്പം പീഡിയാട്രീഷ്യന്മാരോട് ചോദിച്ചാൽ അവരൊരിക്കലും ഇത് സമ്മതിക്കത്തില്ല. പ്രസവം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീക്ക് എത്ര നാളാണ് കൃത്യമായിട്ടൊരു വിശ്രമം വേണ്ടത്? ശരിക്കും പ്രസവം? അതെ, നോർമൽ ഡെലിവറി അതുപോലെ സിസേറിയൻ കഴിഞ്ഞവർക്കാണെങ്കിലും എത്രയാണ് കൃത്യമായിട്ട്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ 6 മാസം, ഒരു 6 ആഴ്ചയൊക്കെ മതി, 45 days. അത് കഴിഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും എല്ലാം ഒരു നോർമൽ സ്റ്റേജിലോട്ട് വരും. പിന്നെ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് 6 മാസം നമ്മുടെ ഗവൺമെൻറ് തന്നെ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് നമ്മുടെ കുട്ടീനെ നോക്കാനും നമ്മുടെ ഹെൽത്തൊക്കെ റീഗെയിൻ ചെയ്യാനും. അപ്പം കൊച്ചുണ്ടായിക്കുമ്പോൾ ആ കുട്ടീനെ നോക്കുകയെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ പരിപാടി ഇല്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 6 മാസം നമ്മുടെ ഗവൺമെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഐഡിയലി ഒരു 1.5 മാസം കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെറിയ ചെറിയ ആക്ടിവിറ്റീസും ജോലികളൊക്കെ പതുക്കെ ചെയ്ത് തുടങ്ങാൻ കുഴപ്പമൊന്നുമില്ല. പ്രസവം കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ആർത്തവം സംഭവിക്കേണ്ടത്? അതിന് അതൊരു കൃത്യമായ ഒരു ഇടവേളയില്ല. അപ്പം പ്രസവം കഴിഞ്ഞാൽ ഒരിക്കലും ആർത്തവം ഉണ്ടാകത്തില്ല. അത് ആർത്തവം ഉണ്ടാകാത്തപ്പോഴത്തേക്കും അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് ഇറ്റ് വിൽ സപ്രസ് ദ ഓവുലേഷൻ ആൻഡ് ദ
പീരീഡ്സ്. അപ്പം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും ചില ഹോർമോൺസ് വന്നിട്ട് നമ്മുടെ ഓവുലേഷനൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ സമയത്ത് മിക്കവാറും ആൾക്കൊക്കെ പീരീഡ്സും വരത്തില്ല, പ്രഗ്നൻസി ആവത്തില്ല. എന്നാലും അപൂർവമായിട്ട് ഈ സമയത്തൊക്കെ ഓവുലേഷൻ പ്രഗ്നൻ്റ് ആവുന്ന പേഷ്യനെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ 6 മാസം പീരീഡ് ആവുന്നതിന് നോക്കുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പ്രഗ്നൻസി, അത് ഈ ബ്രേക്ക് ത്രൂ ഓവുലേഷൻ ഉണ്ടാകും, അങ്ങനെയാണ് പ്രഗ്നൻ്റ് ആവുന്നത്. യൂഷ്വലി നമ്മൾ പറയുന്നത് വെച്ചാൽ 3 months to 1 year ഉള്ളിൽ നോർമലായിട്ട് പീരീഡ്സ് ഉണ്ടാകാം. അത് 1 year വരെ ഗ്യാപ്പ് നമുക്ക് കൊടുക്കാം. പിന്നെ ഈ 1 year വരെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മറ്റേ നമ്മൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കണം, ബാരിയർ മെത്തേഡ്സോ അല്ലെങ്കിൽ അതുപോലത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സും ഉപയോഗിച്ചിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് നമ്മൾ പറയാറുണ്ട്. അല്ലെ ഈ ഓവുലേഷൻ ചിലപ്പോൾ നടന്ന പ്രഗ്നൻസി ആകാം. അപ്പോൾ 3 months to 1 year ആ പീരീഡിൽ നോർമൽ രീതിയിൽ നമുക്ക് പീരീഡ്സ് വേണേ ആകാം. ഓക്കെ സാർ, ഈ പ്രസവം കഴിഞ്ഞ ഒരു അടുത്ത സമയങ്ങളിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണോ അതോ കുറവാണ്? ഞാൻ പറഞ്ഞ ഓവുലേഷൻ കാണത്തില്ല, പക്ഷെ എന്നാലും അപൂർവമായിട്ട് പ്രഗ്നൻസി ആകാം. അതാണ് ഈ ബ്രേക്ക് ത്രൂ അങ്ങനെ വരുന്നുള്ളൂ, ഇഷ്ടംപോലെ കേസ് വരുന്നുണ്ട്. എന്നാലും അപൂർവമാണ്, പക്ഷേ വൺസിന്റെ മേലൊക്കെ ഉണ്ടാകാം. അതാണ് ഞാൻ പറഞ്ഞ ആ സമയത്ത് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് സേഫ് ആണ്. കുട്ടികൾ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് അത് എങ്ങനെയാണ് സാർ? അത് എത്ര വേണം എന്നാണ്? നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ ഇങ്ങനെയാണോ അതോ സിസേറിയൻ കഴിഞ്ഞിട്ട് ഇത്ര മതി? ഞാൻ പറയാം. അപ്പം അത് ഐഡിയലി നമുക്ക് അതിന് അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ അത്രേ ഉള്ളൂ. പക്ഷേ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്, ഒരു സിസേറിയൻ കഴിഞ്ഞാൽ മിനിമം ഒരു 2 years ഗ്യാപ്പ് വേണം. മിനിമം 2 years ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഒരു ഐഡിയലി ഒരു സിസേറിയൻ കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ അടുത്ത പ്രഗ്നൻസി ആയി കുഴപ്പമില്ല. മിനിമം 2 years ആണ് ഒരു സിസേറിയൻ കഴിഞ്ഞാൽ വേണ്ടത്. പിന്നെ ബാക്കി നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. പക്ഷെ നമ്മൾ നമ്മുടെ സാഹചര്യവും ബാക്കി നമ്മുടെ അടുത്തൊരു പ്രഗ്നൻസിയൊക്കെ ട്രൈ. അപ്പം ഇപ്പോൾ 2 പിള്ളേരുള്ള ഒരാൾ, അവർക്കൊരു കുട്ടികളെ വേണം. ഇപ്പോൾ രണ്ടാമത്തെ കൊച്ചിന് ഒരു 2 വയസ്സ്, മൂത്ത കൊച്ചിന് 3 വയസ്സ്. അങ്ങനെയുള്ള ഒരു 2 വയസ്സ് നോക്കുന്നത് നല്ലതല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നമ്മുടെ ആ സാഹചര്യങ്ങളനുസരിച്ചിട്ട് മിനിമം ഒരു 2 years ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഗർഭിണി ആയിരിക്കുമ്പോൾ എത്ര മാസം വരെ ലൈംഗികമായി ബന്ധപ്പെടാം? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യത്തെ ഒരു 3 മാസവും അവസാനത്തെ ഒരു 2-4 ആഴ്ചയും സെക്ഷൽ കോൺടാക്റ്റ് ഒഴിവാക്കിയാൽ മതി. ബാക്കിയുള്ള സമയം നമുക്ക് സേഫ് ആയിട്ടുള്ള പൊസിഷനൊക്കെ നോക്കിയിട്ട് നമ്മുടെ മദറിനും ബേബിക്കും ഒത്തിരി സ്ട്രെസ്സൊക്കെ വരാത്ത രീതിയിൽ ചില പൊസിഷൻസൊക്കെ കോൺടാക്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി, ഇപ്പോൾ പ്ലാസിൻ്റെ താഴെ BP ഉള്ള പ്രഗ്നൻസി, ഹൈ റിസ്ക് ആയിരിക്കുന്ന പേഷ്യൻസിനെ ഒന്നും കോൺടാക്ട് ചെയ്യേണ്ട. അല്ലാതെ ഒരു അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസിയൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ഒരു 3 മാസവും അവസാനത്തെ ഒരു 3-4 ആഴ്ചയും കോൺടാക്ട് ചെയ്യുന്നത് മതി. ഗർഭകാലത്തും അതിനുശേഷവും സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അതിൻ്റെ ഉത്കണ്ഠകൾ. അപ്പോൾ അതിനെങ്ങനെയാണ് സാർ പങ്കാളിയുടെ ഭാഗത്തു നിന്ന് അവരുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഒരു കരുതൽ കൊടുക്കേണ്ടത്? അപ്പം നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെ ബ്ലൂസ് നമ്മുടെ കുറേ ഒരു ഇത്ര ശതമാനം ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ പ്രഗ്നൻസി വെച്ചാൽ മൊത്തം ഒരു ഹോർമോൺ ചേഞ്ചസ് ആണ്. അപ്പോൾ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് എല്ലാം ഒരു സഡൻ ഡ്രോപ്പ് ഡെലിവറി വരും. അപ്പോൾ ഇത് വരുമ്പോൾ ഇതുണ്ടാക്കുന്ന ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് കൊണ്ടാണ് ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസും ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഈ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ആൻറ്റിനേറ്റൽ പീരീഡ് തന്നെ ആ പേഷ്യനെ കൗൺസിൽ ചെയ്യണം. പിന്നെ ചിലപ്പോൾ ഡെലിവറിയുടെ സ്ട്രെസ്സ് അല്ലെ പിന്നെ കുട്ടി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും, മിക്കവാറും ഈ കുട്ടി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, മിക്കവാറും കുഞ്ഞ് ഉറങ്ങത്തില്ല. അപ്പോൾ കുഞ്ഞുറങ്ങാതാകുമ്പോഴത്തേക്കും നമ്മുടെ ഒന്നത് 10 മാസം വിഷമിച്ചായിരിക്കും പ്രഗ്നൻസി ആവുന്നത്, പിന്നെ പ്രസവിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചുണ്ടാക്കുമ്പോൾ ആ സ്ത്രീക്ക് ഉറങ്ങാതെ വരുമ്പോഴത്തേക്കും അതിന് ഫാമിലിയുടെ സപ്പോർട്ട് കിട്ടാതായിരിക്കുമ്പോഴത്തേക്കും ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊരു ഭയങ്കര ദേഷ്യവും ഉത്കണ്ഠയിലാവും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ബ്ലൂസ് ഡിപ്രഷനോടൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇതിൽ നമ്മൾ അഡിക്വേറ്റുള്ള കൗൺസിലിങ്, പിന്നെ ഇവിടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് നല്ലോണം വേണം. അപ്പം ഇപ്പോൾ പേരൻസ് ആയാലും ഹസ്ബൻഡ് അമ്മയാണെങ്കിലും എല്ലാവരും, പിന്നെ ഹസ്ബൻഡ്, ഇവരെല്ലാം ഒരു പരിപൂർണ്ണ പിന്തുണ ഈ ലേഡിക്ക് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിന് സഹായിക്കണം, ഇപ്പോൾ ഉറങ്ങാൻ സമ്മതിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാമെന്ന് അവിടെ നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോൾ ഇത് ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പിന്നെ ചില കേസുകളിൽ ഇത് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരു സൈക്കാട്രിക് ഡോക്ടറെ കണ്ടിട്ട് ചെറിയ രീതിയിലുള്ള ആൻറ്റി ആങ്സൈറ്റി മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ അത് ശരിയാവും. ഇത് ഡിറ്റക്റ്റ് ചെയ്യാതെ പോകാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ചിലർക്ക് ഇങ്ങനെ ഫാമിലി പെട്ടെന്നൊരു ചൂടാവുക, അപ്പം ഇത് ഡിറ്റക്റ്റ് ചെയ്തില്ല. അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് ഇത് കൂടുതൽ പ്രശ്നങ്ങളോട്ട് നയിക്കുന്നത്. പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ കൊച്ചിനെ നോക്കുന്നതൊക്കെ അവിടെ പണിയാണ്, ബാക്കിയുള്ള അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്താലും പ്രശ്നങ്ങളുണ്ടാകും. സാറിനോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടോ? പിന്നെ എത്ര പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ആദ്യം നമ്മൾ കൗൺസിൽ ചെയ്യും, പിന്നെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കൗൺസിൽ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ കുറച്ച് ശരിയത്തില്ല. പക്ഷെ നമ്മൾ പിന്നെ കൗൺസിൽ ശരിയായില്ലെങ്കിൽ അവരെ മറ്റേ സൈക്കോളജിസ്റ്റ് അവർ മിക്കവാറും അവർക്ക് പോകത്തില്ല. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇതെന്തൊരു മാനസിക പ്രശ്നം, അങ്ങനെ മാനസിക പ്രശ്നം പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടാകാവുന്ന ഒരു മാനസിക പ്രശ്നമാണ്. അപ്പോൾ അത് ചിലപ്പോൾ സൈക്കാട്രി ഡോക്ടർ മരുന്ന് കൊടുക്കുമ്പോൾ മറ്റേ പ്രാന്തിൻ്റെ മരുന്നെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുതും. ഇത് ദിസ് ക്യാൻ ഒക്കർ എവരി പേഷ്യൻ. സപ്പോർട്ട്, കെയർ, കൗൺസിലിംഗ്, ദാറ്റ്സ് ഓൾ. സാർ, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ് 30-ന് ശേഷം പ്രസവം അത് സങ്കീർണമാണ്, 30 കഴിഞ്ഞാൽ പ്രസവിക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നു, ഏറ്റവും നല്ല സമയം ഇതിനു മുൻപാണ്.
അതെങ്ങനെയാണ് സാർ അതിനെ അങ്ങനെയൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിത് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ അടുത്തൊക്കെ വരുന്ന മിക്കവാറും വെച്ച് 30 വയസ്സിന് മുകളിലോട്ടുള്ളതാണ്. അപ്പം ഐഡിയൽ ആയിട്ടൊരു ഏജ് പ്രഗ്നൻസിക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലേറ്റ്, കുറച്ചുകൂടെ നേരത്തെ ആയിരിക്കും. ബിക്കോസ് ഒരു 25-നും ഒരു 30-നും വയസ്സുള്ള ഏജിൽ. അപ്പം ആ സമയത്ത് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കൊച്ചുണ്ടാവുകയാണെങ്കിൽ പിന്നെ അവർക്ക് അവരുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം, ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം, ജോലി. അപ്പം ഏജ് കൂടിയുള്ള പ്രഗ്നൻസിക്കകത്ത് BP, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. പക്ഷേ നമ്മളങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും പേഷ്യൻസിനൊക്കെ നമ്മൾ അത് ആ കറക്റ്റ് പ്രോട്ടോക്കോളൊക്കെ വെച്ച് പ്രകാരം നമുക്ക് മാനേജ് ചെയ്യാം. ഇപ്പോൾ വെളിയിലൊക്കെ എല്ലാവരും 30, 35-ലും 40-ലൊക്കെയാണ് പ്രഗ്നൻ്റ്. ഒത്തിരി പേഷ്യൻസ് കേട്ടിട്ടുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന കുറേ പേഷ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സങ്കീർണതകൾ ഉണ്ടാകാം. പക്ഷേ നമ്മളത് അഡിക്വേറ്റായിട്ട് കെയർ കൊടുത്ത് മാനേജ് ചെയ്യുക. പിന്നെ ഇപ്പോഴും എല്ലാവരും നമ്മുടെ ഒരു പഠിത്തവും കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലി ലൈഫൊക്കെ ആവുന്നതന്നെ 30 വയസ്സല്ലേ. അപ്പം അങ്ങനെ സങ്കീർണതകൾ ഉണ്ടാകുമെന്ന് പറയത്തില്ല. അപ്പം നല്ല കൗൺസിലിങ്, നല്ല കെയർ, നല്ല ട്രീറ്റ്മെൻറ്റ്, പ്രോബ്ലംസ് കണ്ടെത്തി ഡിറ്റക്ട് ചെയ്യുക, മാനേജ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ 30 വയസ്സ് മുമ്പ് പ്രഗ്നൻസി ആയെന്ന് പറഞ്ഞിട്ട് അയ്യോ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ബി പോസിറ്റീവായിട്ട് പോവുക. ഉറക്കക്കുറവ്, സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ സ്ത്രീകളുടെ ഹോർമോണിലെ സന്തുലിതാവസ്ഥ അതൊക്കെ കുറയ്ക്കുന്നു അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്. അപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ ഉപയോഗം കൂടുതലാവുക, അപ്പോൾ നമ്മുടെ ബ്രെയിനായിട്ടുള്ള ഒരു ഇതാകുമ്പോൾ നമ്മുടെ അത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. നമുക്ക് ഒത്തിരി സ്ട്രെസ്സൊക്കെ വരും. ഇപ്പം പ്രഗ്നൻറ്റ് പേഷ്യൻ്റൊക്കെ മൊബൈൽ ഉപയോഗിക്കില്ല, അതൊക്കെ അതിൻ്റെ സമയം കുറയ്ക്കണം എന്നതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുണ്ടായിട്ടുള്ളത്. ഗർഭകാലത്ത് പ്രമേഹം വരാതിരിക്കാൻ അതിന് എന്താണ് സാർ, ഭക്ഷണത്തിൽ നമ്മൾ മുൻകരുതലുകൾ എടുക്കണോ, അങ്ങനെ ഉണ്ടോ? ഗർഭകാലത്തെ പ്രസവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1% പ്രഗ്നൻസിയിൽ ഗർഭകാലത്തെ പ്രമേഹം ഉണ്ടാകുന്നുണ്ട്. പ്രഗ്നൻസിയുടെ എഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രമേഹമാണ് ഗർഭകാല പ്രമേഹം. പിന്നെ ചിലത് നമ്മൾ ഓൾറെഡി തന്നെ ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗർ ഉള്ള ഒരാൾ പ്രഗ്നൻ്റ് ആവുന്നത്. ഇത് രണ്ടാണ്. അപ്പോൾ ഗർഭാർത്ഥ പ്രമേഹം ഉണ്ടാകുന്ന പ്രഗ്നൻസിയിൽ ഒരു ഇഫക്റ്റ് കൊണ്ടാണ്. പ്രഗ്നൻസിയിലെ ഹോർമോൺ ചേഞ്ചസ് നമ്മുടെ ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവിനെ കുറയ്ക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇൻസുലിനെ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ ഗർഭകാല പ്രമേഹം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ഉണ്ടായിരിക്കാനായിട്ട് നമ്മൾ ഡയറ്റ് ചെയ്യുക. ഇപ്പോൾ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡയബറ്റീസ് സ്റ്റാറ്റസ് നോക്കുക, എക്സസൈസ് ചെയ്യുക, ഡയറ്റ് മോഡിഫൈ ചെയ്യുക. പിന്നെ പ്രഗ്നൻസി പീരീഡിൽ ഇത് കണ്ടുപിടിച്ചാൽ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. മിക്കവാറും ഗർഭകാലത്തിൽ ഉണ്ടാകാവുന്ന പ്രമേഹം, അത് ജസ്റ്റേഷൻ ഡയബറ്റീസ്, അത് മിക്കവാറും നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഒരു 6-ാം മാസത്തിന് ശേഷം. 6-ാം മാസത്തിലൊരു ഷുഗർ ടെസ്റ്റ്, ഗ്ലൂക്കോസ് വെച്ചുള്ളൊരു ഷുഗർ ടെസ്റ്റ് കൂടെ ആയിരിക്കും മിക്കവാറും ആൾക്കാർക്ക് നമ്മളത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. നമ്മൾ തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ഷുഗർ നോർമലായിരിക്കും, പക്ഷേ 6-ാം മാസത്തിലായിരിക്കും മിക്കവാറും ഈ ഗർഭകാല പ്രമേഹം ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അത് കണ്ടുപിടിച്ചാൽ പിന്നെ ഡയറ്റ്, എക്സസൈസ്, പിന്നെ ഇൻസുലിൻ മെഡിസിൻസ്, അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. സാർ അതുപോലെ ഈ ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നത് വജൈനൽ ആരോഗ്യത്തെ അങ്ങനെ ബാധിക്കുമോ? ഈ വജൈനൽ ആരോഗ്യത്തിന് ഇപ്പം സേഫ് ആയിട്ടുള്ള വജൈനൽ ലൂബ്രിക്കൻസ് ഉണ്ട്. അപ്പം നമ്മൾ കണ്ട ഓൺലൈനിലുള്ള മെഡിസിൻസും മേടിക്കരുതും. അപ്പോൾ അത് നമ്മുടെ ഈ ചിലതരം ലൂബ്രിക്കൻസ് നമ്മുടെ വജൈനയുടെ pH, വജൈനയുടെ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കാനുള്ള സഹായിക്കുന്ന ലൂബ്രിക്കൻസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ തൈറോയിഡ് ഉള്ള സ്ത്രീകളിൽ ഗർഭധാരണം വൈകുമെന്ന് കേട്ടിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും അവസ്ഥ? ഇല്ല, അങ്ങനെ വൈകത്തൊന്നുമില്ല. അപ്പോൾ തൈറോയ്ഡ്, ഇപ്പോൾ 2 രീതിയിലുള്ള തൈറോയ്ഡ് ഉണ്ട്. തൈറോയ്ഡ് നമ്മുടെ അളവ് കുറവും കൂടുതലും. ഹൈപ്പർ തൈറോയിഡിസം ആണ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയ്ഡിൻ്റെ അളവ്, അപ്പോൾ നോർമലി നമ്മുടെ പ്രഗ്നൻസിയിലെ തൈറോയിഡിൻ്റെ അളവ് ഒരു 3-ലൊക്കെ താഴെ നിൽക്കണം. ഇപ്പോൾ സപ്പോസ് ഒരു തൈറോയിഡിൻ്റെ അളവ് ഒരു 15 ഉണ്ടെങ്കിൽ, ഇപ്പോൾ പ്രഗ്നൻസി ആകാനൊരു നോക്കുന്ന ഒരാൾ, അയാൾ തൈറോയിഡിൻ്റെ അളവ് TSH 15 ഉണ്ടെങ്കിൽ ആ ലേഡി തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിച്ചിട്ട് ഒരു 3-ൽ ആക്കിയിട്ടായിരിക്കും പ്രഗ്നൻ്റ് ആണ്. ഇനി അതും പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തൈറോയിഡ് നോക്കിയിട്ടില്ല, TSHൻ്റെ വാല്യൂ 15, തൈറോയിഡ് കുറവാണെങ്കിൽ പ്രഗ്നൻസി ടെർമിനേറ്റ് ഒന്നും കളയൊന്നും വേണ്ട. ആ പ്രഗ്നൻസി തന്നെ തൈറോയിഡ് വെച്ച് തൈറോയിഡിൻ്റെ മരുന്ന് വെച്ച് ഈ TSHൻ്റെ ലെവൽ നോർമലാക്കിയാൽ മതി. അപ്പം അപൂർവമായിട്ടൊക്കെ ഉള്ളൂ അൺകൺട്രോൾഡ് ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ ലെവല് TSH ഭയങ്കര കൂടി നിൽക്കുന്നത്, തൈറോയിഡിൻ്റെ ലെവൽ ഭയങ്കര കുറവാണെങ്കിൽ മാത്രമേ ഉള്ളത് കുട്ടിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുക. അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് രീതിയിലുള്ള തൈറോയിഡിൻ്റെ കുറവൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തൊന്നുമില്ല. ആർത്തവ വിരാമത്തിന്റെ കാലഘട്ടം ആയി എന്നറിയാൻ ശരീരം നമുക്ക് എന്തെങ്കിലും സൂചനകളൊക്കെ തരും? പിന്നെ അപ്പോൾ സാധാരണ നമ്മുടെ ഒരു ഇന്ത്യയിലേക്ക് ഒരു ആർത്തവത്തിന് ഒരു 50 മുതൽ 53 വയസ്സ് വരെ. അപ്പോൾ ഇത് തുടങ്ങുന്നതിൻ്റെ ഒരു 2-3 വർഷം മുമ്പ് പെരിമെനോപോസൽ ചേഞ്ചസ് ഉണ്ടാകും. അതായത് നമുക്ക് ഒരു ചെറിയ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കുറവുണ്ട്, പെട്ടെന്നൊരു ചൂട്, പുകച്ചിൽ, പിന്നെ ഒരു ഇറിറ്റബിലിറ്റി, ഡിപ്രഷൻ, പിന്നെ നമ്മുടെ പീരീഡ് സൈക്കിൾസ് എല്ലാം കൂടെ കറക്റ്റായിട്ട് വരുന്ന പീരീഡൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഡിസോർഡർ ചേഞ്ച് ആകും. 1 മാസം കൂടി വരുന്നത് 2 മാസം കൂടി വരാം, ചിലപ്പോൾ ഓവർ ബ്ലീഡിങ്. ഇതൊക്കെയാണ് നമ്മുടെ ആർത്തവവിരാമത്തിന് മുൻപുണ്ടാകുന്ന ഒരു ചേഞ്ച്. അപ്പോൾ 1 വർഷം കറക്റ്റായിട്ട് പീരീഡ് വരുന്ന ഒരു സ്ത്രീക്ക് 1 വർഷം കൂടി പീരീഡ് വന്നിട്ടില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അതിന് ആർത്തവവിരാമം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരു ഐഡിയലി ഒരു 49 മുതൽ ഒരു 53 വയസ്സിലേക്കാണ് നമ്മുടെ നാട്ടിലേക്ക് ഒരു ആർത്തവവിരാമത്തിൻ്റെ ഏജ്. കറക്റ്റ് ഒരു ഏജ് പറയാൻ പറ്റത്തില്ല, ഈ ഒരു വേരിയേഷൻ ഉണ്ടാകും. പക്ഷേ ഒരു 45 വയസ്സിന് മുന്നോട്ടോ പ്രിമച്ചുറായിട്ട് മെനോപോസ് അല്ലെങ്കിൽ ആർത്തവവിരാമം കാണുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഫൈബ്രോയിഡ് ഇപ്പോൾ സാറേ ഒരുപാട് കേൾക്കുന്നുണ്ട്, ഫൈബ്രോയിഡ് അതെന്താണ്? യൂട്രസ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്? ഫൈബ്രോയിഡ് വെച്ചാൽ നമ്മുടെ ഗർഭാശയ മുഖത്തിലുണ്ടാകുന്ന ക്യാൻസറുകളില്ലാത്ത മുഴകൾക്കാണ് നമ്മൾ
ഈ ഫൈബ്രോയിഡ്. ഇത് നമ്മുടെ യൂട്രസിൻ്റെ മസിലിൻ്റെ ഒരു ഗ്രോത്താണ്. അപ്പം ഗർഭാശയം മുഴുവൻ കാണുമ്പോൾ മിക്കവാറും ആൾക്ക് ക്യാൻസർ ആണെന്ന്. പക്ഷേ ഇത് ക്യാൻസർ ആകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എന്താണ്ട് ഒരു 0.01% ഒക്കെ മാത്രമേ ഉള്ളൂ. അതായത് ഒരു 1000 പേര്, 1000 അല്ല, ഒരു 2000 പേരിലൊക്കെ 1-2 പേർക്ക് ഇത് ക്യാൻസറായി മാറാനുള്ള സാധ്യതയുള്ളൂ. അപ്പം ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ ഇതൊരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഇത് മിക്കവാറും ആൾക്കാർ കണ്ടുപിടിക്കുന്നത്. മിക്കവാറും ആൾക്കാർക്കും സിംറ്റംസ് ഒന്നും ഉണ്ടാകത്തില്ല. സിംറ്റംസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതിൻ്റെ ചെറിയ മുഴകളും സിംറ്റം ഉണ്ടാക്കാം. യൂട്രസിന് നടുക്ക് വരുന്ന ഫൈബ്രോയിഡ്സ് ഒക്കെ ചിലപ്പം ബ്ലീഡിങ് ഉണ്ടാക്കാം. പീരീഡ് സമയത്തുണ്ടാകുന്ന അസഹ്യമായ വേദന, അമിതമായ ബ്ലീഡിങ്, പിന്നെ ചിലർക്ക് ചുമ്മാ പെൽവിസിനിടെ വയറുവേദന ചുമ്മാ ഉണ്ടാവുക, ബാക്ക് പെയിൻ, ചിലർക്ക് മൂത്രം പോകേണ്ട ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ഇതുണ്ടാക്കുന്ന മെയിനായിട്ടുള്ള ചേഞ്ചസ്. കൊഴുപ്പടിയുന്നതിൻ്റെയും കൂടി ഉണ്ടോ സാർ? നമ്മുടെ ഈ അടിവയർ ഇങ്ങനെ അല്ല, ഈ ഫൈബ്രോയിഡിൻ്റെ ഒക്കെ ഇതിൻ്റെ ഒരു ഉണ്ടാകാനുള്ള കാരണം എന്ന് ചിലപ്പോൾ ഈസ്ട്രജൻ ഉള്ളത്, നമ്മുടെ ഒബീസിറ്റി, ഫാറ്റ് ഡിപ്പോസിഷൻ, അതായത് നമ്മൾക്ക് ഒരു ഒബീസിറ്റി ഉള്ള ആൾക്കാർക്ക് അതായത് എക്സസ് ആയിട്ട് ഈസ്ട്രജൻ വരുവാണെങ്കിൽ ഫൈബ്രോയിഡ്സ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന സ്റ്റഡീസൊക്കെ പറയുന്നുണ്ട്. ഈ മുഖത്തെ രോമ വളർച്ചയുണ്ടല്ലോ സാറേ, അത് നമുക്ക് എന്തെങ്കിലും, അതും ഹോർമോണൽ ചേഞ്ച് തന്നെയാണോ മുഖത്ത്? അപ്പം നമ്മുടെ നമ്മുടെ കോമൺ ആയിട്ട് കാണുന്നതാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്. അപ്പം പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അത് 3 ഫീച്ചേഴ്സാണ് മെയിനായിട്ടുള്ളത്. പീരീഡ്സ് ഇൻകറക്റ്റ് ആയിട്ട് വരിക, ഇറഗുലർ ആയിട്ട് വരിക, പിന്നെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക, പിന്നെ അമിതമായിട്ടുള്ള മുഖത്തൊക്കെ രോമ വളർച്ച, അതായത് ആൻഡ്രോജൻ ഹോർമോണിൻ്റെ അളവ് കൂടുതലുണ്ടാകുന്ന അമിതമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ മുഖത്ത് അക്കിനി എന്ന് പറയും. ഇത്രയും സിംറ്റംസാണ് ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസിൻ്റെ ഒരു സിംറ്റം. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും സ്കാനിൽ കൂടി ആയിരിക്കും ഇത് ഡിറ്റക്ട് ചെയ്തത്. സ്കാനിൽ കൂടെ ഓവറിക്കകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിസ്റ്റ്. പിന്നെ ആൾക്കാർക്ക് ഒത്തിരി സംശയമുണ്ട് ഈ സിസ്റ്റ് ഓപ്പറേഷൻ ചെയ്യണോ. അങ്ങനെയില്ല. പോളിസിസ്റ്റിക് ഓവറിക്കകത്ത് ഉണ്ടാകുന്ന സിസ്റ്റൊക്കെ കുഞ്ഞു കുഞ്ഞു സിസ്റ്റാണ്. ആ സിസ്റ്റിൻ്റെ മെയിൻ പ്രശ്നം ചെയ്ത് ചെറിയ ചെറിയ ഫോളിക്കിൾസാണ്. ഈ ഫോളിക്കിൾസ് കറക്റ്റായിട്ട് വളർന്ന് ഓവുലേഷൻ ഉണ്ടാകത്തില്ല, അണ്ടം വളർന്ന് പൊട്ടത്തില്ല. അതുകൊണ്ട് ആ ലേഡിയുടെ പീരീഡ് തെറ്റിപ്പോവും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഈ രോമ വളർച്ച കൂടുതലായിട്ടുണ്ടാവും. സാർ, അതുപോലെ തന്നെ സാറ് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. ഡോക്ടർ റജി ദിവാകർ പേജിൽ നമുക്ക് കാണാം. അപ്പം സാർ അത് ചെയ്യുന്നതെല്ലാം വളരെ മിത്തായിട്ടുള്ള കുറേ കാര്യങ്ങൾ സാറിൻ്റെ അതങ്ങനെയല്ല എന്ന് കാണിക്കാൻ ഒരുപാട് യൂസ് ചെയ്ത് ഞാൻ കാണുന്നുണ്ട്. എങ്ങനെയാണ് സാർ അതിനൊരു സമയം കിട്ടുന്നത്? ഇതിന് വളരെ തിരക്കുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് സാർ അതിലേക്ക് സമയം കണ്ടെത്തുന്നത്? നമ്മുടെ കിട്ടുന്ന ഫ്രീ ടൈമിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും. പിന്നെ നമ്മുടെ ഈ പ്രഗ്നൻസിയും മറ്റേ ഡെലിവറിയെ കുറിച്ചുള്ള മിത്സൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ OP വരുന്ന ഓരോ പേഷ്യൻസ് ചോദിക്കുന്ന സംശയങ്ങൾ കൂടി നമ്മൾ ഓരോ മിത്ത് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഓരോ കഥകളും ഇതൊക്കെ ഉണ്ടാക്കുകയാണ്. ഇപ്പം ഞാൻ കുറേ നാൾ മുമ്പ് ഒരു ചേഞ്ചസ് എന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയത്, ചേഞ്ചസ്. അപ്പോൾ അത് ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു കുറേ വർഷം മുമ്പ് ഒരു പേഷ്യൻ്റ് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ആ പേഷ്യൻ്റെ പേരൻസ് അവർക്ക് ഇന്ന നാളിൽ തന്നെ കുട്ടി ജനിക്കണം, അവർ നോക്കുക ജനിക്കുക. അപ്പം ഞാൻ പറഞ്ഞത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആ പേഷ്യൻ്റ് പിന്നെ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞാൽ വിട്ടു. പക്ഷേ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു നാളിൽ പേഷ്യൻ്റ് പെട്ടെന്ന് എമർജൻസി ഉണ്ടപ്പോൾ നമ്മൾ സിസേറിയൻ ചെയ്തപ്പോൾ അവർ സമ്മതിച്ചില്ല. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഇതുണ്ടായിരുന്നു, ഇതൊരു ഷോർട്ട് ഫിലിം. അങ്ങനെയാണ് ആ ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയത്. പിന്നെ മിഥ്യ എന്ന് പറഞ്ഞ് ചെയ്തായിരുന്നു, അതും ഫസ്റ്റ് ഷോർട്ട് ഫിലിമാണ്. അത് നമ്മുടെ അപ്പോൾ ഒത്തിരി പേഷ്യൻസിൻ്റെ അമ്മമാർ നമ്മുടെ OP വരും. സാറേ മോള് ചെറുപ്പത്തിൽ ഫിറ്റ്സിന് മരുന്ന് കഴിക്കുന്ന, അപ്പോൾ ഫിറ്റ്സിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, ആരും സമ്മതിക്കത്തില്ല. അപ്പം ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ കൊച്ചിന് ഫിറ്റ്സ് ഉണ്ടാകും, അതുകൊണ്ട് കല്യാണമൊന്നും നടക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ധൈര്യമായിട്ട് പോകും, ഇതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അതിൽ നിന്നാണ് എനിക്ക് അതുണ്ടാക്കാനുള്ള പ്രചോദനം കിട്ടിയത്. അപ്പോൾ പിന്നെ അതിനുശേഷം പിന്നെ ഒത്തിരി ആൾക്കാർ ഈ എപ്പിലിപ്സി, അതായത് ഫിറ്റ്സിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ കല്യാണം കഴിക്കുന്നുണ്ട്. കല്യാണം കഴിച്ചിട്ട് കുഴപ്പമില്ലാത്ത കുട്ടികളുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ ഫിറ്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഫിറ്റ്സുള്ള മരുന്ന് ഓൾറെഡി അവർ കഴിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ മരുന്ന് നമ്മുടെ കുട്ടിക്ക് വൈകല്യം ഉണ്ടാക്കും. അപ്പോൾ അത് പിന്നെ അവർക്ക് കുട്ടികളുണ്ടാകാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ആ ഒരു ഐഡിയ കിട്ടിയത്. പിന്നെ ഇതെല്ലാം ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സൺഡേകളിലും പിന്നെ ഈവനിങ്ങിലും എങ്ങനെയൊക്കെ നടക്കുന്നു, അതിന് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അത്രയും കണ്ടിട്ടുള്ളൂ. അല്ല പിന്നെ ഇത്രയും തിരക്ക് വെച്ചിട്ട് എല്ലാവരും എന്നോട് ചോദിക്കാറ്, ഇപ്പം ഷോർട്ട് ഫിലിം ആയാലും പിന്നെ മറ്റേ ഫണ്ണി വീഡിയോസ് ആയാലും മറ്റേ മാസ് വീഡിയോ ആയാലും അതൊക്കെ ചെയ്യുന്നത് എപ്പോഴാണ്. അപ്പം ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് സൺഡേകളാണ്, പിന്നെ രാത്രികളൊക്കെ ചെയ്യും. പിന്നെ എനിക്കൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റൽ ടൈമിൽ ഇങ്ങനത്തെ റീലൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ ചിലപ്പോഴത്തേക്ക് ഈ സ്ക്രബിലും മറ്റേലൊക്കെ റീലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പേഷ്യൻറ്റിനെ നോക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് ഒന്നാമത് തിരക്കുണ്ട്. അപ്പോൾ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ആ ഒരു TDS ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ആ സ്റ്റാഫായിട്ടൊക്കെ ഇത് ചെയ്യുമ്പോൾ ഒത്തിരി റിലാക്സേഷൻ കിട്ടും. അല്ലാതെ ഒരു പേഷ്യൻറ്റിനെ കോംപ്രമൈസ് ചെയ്തിട്ട്, നമ്മുടെ ബേസിക് പ്രൊഫഷണൽ ഡോക്ടറാണല്ലോ, ഒരു പേഷ്യൻറ്റിനെ കോംപ്രമൈസ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ ഒരു റീലിനും പോയിട്ടില്ല. ഇപ്പം ഞാൻ ഇവിടെ നിങ്ങളോട് ഇൻ്റർവ്യൂ നിൽക്കുന്ന സമയത്തും ഇപ്പോൾ എനിക്ക് കാരിത്താസിൽ ഡെലിവറി ഇഷ്ടംപോലെ ഉള്ളതെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ ഒരു പേഷ്യൻ്റ് പോലും അവിടെ കിടക്കുന്നില്ല, ലേബറും കിടക്കുന്നില്ല, അവിടെ ഒരു പേഷ്യൻ്റ് അവിടെ ഞാൻ വരത്തില്ല. അപ്പം അതെനിക്കൊരു എന്താ പറയുക, അത് മോളിൽ നിന്ന് അല്ലെ ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കൂട്ടിയിട്ടുള്ളത്. ഒരു റീല് ചെയ്യുന്ന സമയത്തോ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തോ ആ ഒരു പേഷ്യൻ്റ് ഇതുവരെ ബുദ്ധിമുട്ടിയിട്ടില്ല. അതെനിക്കിപ്പോഴും ഉറപ്പായിട്ട് പറയാൻ പറ്റും. പിന്നെ എനിക്കൊന്ന് സാറിൻ്റെ കുറേ പേഷ്യൻസും
ഇഷ്ടമാണെന്ന് തോന്നുന്നു. പേഷ്യന്റ് ഇഷ്ടം, പേഷ്യന്റിനൊക്കെ റീൽ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. അപ്പം ഇന്നാളൊരു ഡെലിവറി കഴിഞ്ഞ പേഷ്യന്റ് റീൽ എടുത്തത്. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് റീൽ ഇട്ടത്. പിന്നെ ഈ സൂട്ടിന്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അതെല്ലാം അവരുടെ ഞാൻ വീഡിയോ എടുക്കും, അവരോട് സാറ് വീഡിയോ എടുക്കണം, അങ്ങനെ അവരുടെ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അല്ല പേഷ്യന്റിനെ ഒന്നും കോംപ്രമൈസ് നമ്മൾ ഒരിക്കലും അത് ശരിയല്ലല്ലോ. നമ്മൾ ഫ്രീ ടൈമിലൊക്കെ പോയി നമ്മൾ എടുക്കുക, നമ്മുടെ റിലാക്സേഷൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റീലൊക്കെ എടുക്കുന്നുണ്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി വരും, പോസിറ്റീവ് വൈബ് വരും, കൂടുതൽ പേഷ്യനെ കെയർ എടുക്കാൻ തോന്നും. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി ആൾക്കാർ ഇതുകൊണ്ട് നല്ലതാണെന്നൊക്കെ. അപ്പം എൻ്റെ ഒ പി വരുന്ന മിക്കവാറും പേഷ്യൻസ് ഒക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിതൊക്കെ പറഞ്ഞ് സാറിന് റീല് കാണാറുണ്ട്, നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അത് ഇത് ജിം ചെയ്യണം, ഒരു ദിവസം റീൽ ഇട്ടില്ലെങ്കിൽ അവർ ഇടണം, ഇടാതിരിക്കരുത്. അപ്പോൾ അവർ പോസിറ്റീവ് ആയിട്ടുള്ള പിന്തുണ പേഷ്യൻസിനെ, പിന്നെ അതിനേക്കാളും ഉപരി എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ. അപ്പോൾ അവർ ഈ തിരക്കുണ്ടായിട്ടും സൺഡേയിലൊക്കെ റീൽ എടുക്കാൻ പോയി സമ്മതിക്കുന്നു. അപ്പോൾ ഫാമിലിയും വൈഫും പിള്ളേരൊക്കെ സപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ച് അവരുടെ സപ്പോർട്ടാണ് ഏറ്റവും. അപ്പോൾ അവർ പറയുന്നത് എടുക്കേണ്ടത് കഴിഞ്ഞാൽ ഫുൾ ടൈം ഹോസ്പിറ്റലാണ്, ഇത് എന്തിനാ എടുക്കുന്നത് എനിക്ക് പറ്റത്തില്ല. പക്ഷേ അവരുടെ സപ്പോർട്ട് വൈഫിൻ്റെ എസ്പെഷ്യലി വൈഫിൻ്റെയാണ്. അവൾ ഭയങ്കര പരിപൂർണ്ണ പിന്തുണ ഈ കാര്യത്തിൽ തരുന്നത്. പിള്ളേരും അതുപോലെ തന്നെ. പിന്നെ ഫാമിലിയുടെ പരിപാടിക്കൊക്കെ ഞാൻ എത്താൻ ശ്രമിക്കാറുണ്ട്, അവരുമായിട്ട് നടക്കുന്നുണ്ട്. എന്നാലും എല്ലാത്തിനും സമയം കണ്ടെത്തുന്ന ഒരു ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അതെ, പക്ഷേ ഡോക്ടർ ആകുമ്പോൾ പ്രത്യേകിച്ച് ഏത് സമയത്ത് ഓടിപ്പോകാൻ അത് പിന്നെ അത് ഉറപ്പിട്ട് രാത്രിയിലൊക്കെ പോകേണ്ടി വരാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ റീല് പ്രകാരം എനിക്ക് റീല് മൂലം ഇതുപോലെ വീഡിയോ മൂലം എനിക്ക് ഒരിക്കലും ഒരു പേഷ്യനെ കോംപ്രമൈസ് അത് എനിക്ക് ഈ നിമിഷത്തിൽ എനിക്ക് പറയാൻ പറ്റും. അപ്പം ഇത്രയും നേരം നമുക്കിപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ റെജിയാണ്. നമുക്ക് ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അദ്ദേഹം ഉത്തരം നൽകി. വളരെ നന്ദി സാർ, ഞങ്ങൾക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.